ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിലൊന്നാണ് പ്രണയബന്ധം. പ്രണയമെന്നത് സ്നേഹവും നൊമ്പരവും ആകാംക്ഷയും സമർപ്പണവും അങ്ങനെ പലതും കൂടിച്ചേർന്ന ഒരു അനുഭവമാണെന്ന് പൊതുവെ എല്ലാവരും പറയുന്നു. എന്നാൽ പ്രണയിക്കുന്നവരെല്ലാവരും സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രണയിക്കുന്നതിന്റെ പിന്നിലെ പ്രേരണ എന്താണ്? സൗന്ദര്യം കണ്ടിട്ടാണോ പ്രണയം ആരംഭിച്ചത്? വിടർന്ന കണ്ണുകൾ, നിലാവ് തോൽക്കുന്ന പുഞ്ചിരി, കാർമേഘം പോലെയുള്ള കേശഭാരം, വില്ലുപോലെയുള്ള പുരികങ്ങൾ, ലക്ഷണമൊത്ത ശരീരം, ഇവയിൽ ഏതെങ്കിലും കണ്ടിട്ടാണോ നിങ്ങൾ പ്രണയിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ ആ പ്രണയം ആ സൗന്ദര്യമില്ലാതെയാകുമ്പോൾ ഇല്ലാതെയാകുമോ? കാരണം സൗന്ദര്യമെല്ലാം കാലക്രമേണ ഇല്ലാതെയാവുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കും? അല്ല, നിങ്ങൾ ഇനി സ്വഭാവം കണ്ടിട്ടാണോ പ്രണയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റം വന്നാൽ നിങ്ങളുടെ ഈ പ്രണയത്തിന് അപ്പോൾ എന്ത് സംഭവിക്കും? കാരണം കാലം മാറുമ്പോൾ വ്യക്തിയുടെ സ്വഭാവവും മാറുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളൊരു വ്യക്തിയെ പ്രണയിക്കുന്നുവെങ്കിൽ ഭാവിയിൽ ആ വ്യക്തിക്കുണ്ടാവുന്ന മാറ്റങ്ങളെയും പ്രണയിക്കുവാൻ തയ്യാറാകണം. അല്ല എങ്കിൽ പിന്നെ ആ വ്യക്തിയിൽ മാറ്റമില്ലാതിരിക്കുന്ന ആത്മാവിനെ പ്രണയിക്കുവാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ പ്രണയം അനശ്വരമായ പ്രണയമായി ഭവിക്കൂ. ചിന്തനം ചെയ്തു നോക്കൂ.